കോഴിക്കോട് കൊയിലാണ്ടി തോരായിക്കടവിൽ നിർമ്മാണത്തിലിരിക്കെ തകർന്ന പാലത്തിന്റെ തുടർ നിർമ്മാണം നിർത്തിവെക്കണമെന്ന് പഞ്ചായത്ത്. കരാർ കമ്പനിക്ക് വീഴ്ചയുണ്ടായോ എന്ന് അന്വേഷിച്ച ശേഷം നിർമ്മാണം തുടരുന്നതാകും ഉചിതമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് സതി കിഴക്കേൽ 24-നോട് പറഞ്ഞു. കോടതി വഴിയാണ് കമ്പനി കരാർ വാങ്ങിയെടുത്തതെന്നും പഞ്ചായത്ത് പ്രസിഡന്റ്. 18 മാസം കൊണ്ട് വർക്ക് പൂർത്തീകരിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ആ കൺസ്ട്രക്ഷൻ കമ്പനി ഏറ്റെടുത്തിട്ടുള്ളത്. മലപ്പുറത്തുള്ള PMR കമ്പനിയാണ് അത് ഏറ്റെടുത്തിട്ടുള്ളത്. ആ കോടതി തന്നെയാണ് അവർക്ക് കൊടുത്തതും. ഊരാളുങ്കൽ വ്യാപാര സൊസൈറ്റിയാണ് അത് കോട്ടയിട്ടുള്ളത്. അപ്പോൾ ഇവർ കോടതിയിൽ പോയിട്ടാണ് അവർ വർക്ക് വാങ്ങിയിട്ടുള്ളത്. എന്തായാലും ഇതിൻ്റെ പ്രവൃത്തി സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. ഇപ്പോൾ ഈ ഒരു അനുഭവം കൂടി വന്നു ചേർന്നപ്പോൾ ഇത് കൃത്യമായി ഇതിൻ്റെ അന്വേഷണം നടത്തി സമയബന്ധിതമായി പൂർത്തീകരിക്കാത്തതും അതുപോലെ തന്നെ കൃത്യമായാണോ ഇതിൻ്റെ വർക്ക് നടത്തുന്നതൊക്കെയുള്ള ഒരു അന്വേഷണം നടത്തി അതിനുശേഷം ബാക്കി പണി തുടങ്ങുന്നതായിരിക്കും നന്നാവാണെന്ന് എൻ്റെ അഭിപ്രായം. നിഖിൽ പ്രമേഷ് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. നിഖിൽ, ഗുഡ് മോർണിംഗ്. നിഖിൽ, ഇന്നലെ നമ്മൾ കണ്ടതാണ് പാലം തകർന്ന ഭാഗത്തു നിന്നുള്ള ദൃശ്യങ്ങളൊക്കെ തന്നെ. ഈ നിർമ്മാണത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പിഴവ്, വീഴ്ച വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ അന്വേഷണം വേണമെന്നാണ് ഇപ്പോൾ ആവശ്യപ്പെടുന്നത്, അല്ലേ? സ്മിത, തോരായിക്കടവിലെ ഇന്നലത്തെ ആ പാലം തകർച്ച അത് അത്ഭുതകരമായിട്ടാണ് ആളുകൾ രക്ഷപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. നമ്മൾ കണ്ടതാണ്. അവിടെ തൊഴിലാളികൾ 2 പേർക്ക് മാത്രമാണ് നിലവിലത്തെ സാഹചര്യത്തിൽ പരിക്കേറ്റിട്ടുള്ളത്. ഒരുപക്ഷെ കൂടുതൽ തൊഴിലാളികൾ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ കൂടുതൽ പേർക്ക് പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായേനെ. ഈ പശ്ചാത്തലത്തിലാണ് ഇനിയിപ്പോഴുള്ള പുനർനിർമ്മാണം, ഇനി മുന്നോട്ടുള്ള നിർമ്മാണം മതിയായ പരിശോധനകളും അന്വേഷണവും നടത്തിയ ശേഷം, അതായത് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ അപകടം അതെങ്ങനെ ഉണ്ടായി, കരാർ കമ്പനിയുടെ ഭാഗത്ത് വീഴ്ചയുണ്ടായോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച ശേഷം മാത്രമേ ഇനി തുടർ പ്രവർത്തനങ്ങൾ നടത്താവൂ എന്നാണ് ചേമഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. കാരണം ഇപ്പോൾ ഉണ്ടായിട്ടുള്ള അപകടം എന്ന് പറയുന്നത് വളരെ അത്ഭുതകരമായിട്ടാണ് അതിൽ നിന്ന് ആളുകൾ രക്ഷപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. എന്ന് മാത്രമല്ല, ഒരു പാലം എന്ന് പറയുമ്പോൾ അത് പതിറ്റാണ്ടുകൾ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു നിർമ്മിതിയാണ്. സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള ഒരു നിർമ്മാണത്തിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ അതിൻ്റെ സുരക്ഷ ഉറപ്പുവരുത്തേണ്ടത് ഭരണകൂടങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ തന്നെ ഈ നിലം പതിക്കുന്ന ഒരു സാഹചര്യം ഈ പാലത്തിനുണ്ടായെങ്കിൽ അതിൻ്റെ മുഴുവൻ നിർമ്മാണത്തെക്കുറിച്ചും ഒരു അന്വേഷണം നടക്കേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമേ ബാക്കി നിർമ്മാണം നടത്താവൂ എന്നാണ് ഇപ്പോൾ ചേമഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് വ്യക്തമാക്കുന്നത്. അവർ ഇന്നലെ ഈ അപകടം നടന്ന സമയത്ത് തന്നെ അവിടെ എത്തിച്ചേരുകയും കാര്യങ്ങൾ വിലയിരുത്തുകയും ഒക്കെ ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ ഈ കരാർ കമ്പനിയെ സംബന്ധിച്ചും ചില അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇവർ കോടതി മുഖാന്തരമാണ് ഈ കരാർ നേടിയെടുത്തതെന്നും അതുകൊണ്ട് തന്നെ ഇവർ നേരത്തെ തന്നെ ചില പദ്ധതികൾ നടത്തിയതിൽ ക്രമവിരുദ്ധത ഉണ്ടായിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് വ്യക്തമാക്കുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധം അവിടെ ഉയരുന്നുണ്ട്. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ളൊരു വളരെ വേഗത്തിലൊരു നിർമ്മാണ പ്രവർത്തനങ്ങളാണ് അവിടെ നടന്നത് എന്നുള്ളതാണ് പൊതുവിൽ ഉയരുന്ന വിമർശനം. സ്മിത, റിജിത്ത്. നിഖിൽ പ്രമേഷ് കോഴിക്കോട്ട് എന്ന വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.